ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പോകുന്നു ടു ജുറാസിക് കോസ്റ്റ്. ഇന്ന് മൈക്കയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. Alright guys. സണ്ണി ഡേ ആയിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ സന്തോഷ ജന്മദിനം കുട്ടിക്ക്. നമ്മുടെ സ്ഥിരം റെയിൽവേ സ്റ്റേഷൻ മെയ്ഡൻ ഹെഡ്, ഇവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെ ചെന്നിട്ട് ഇവിടുന്ന് റെഡിങ് ചെല്ലണം. റെഡിങ്ങിൽ നിന്ന് സൗത്താംപ്ടണിൽ നിന്ന് വെയ്മൗത്ത്. അതാണ് ഇന്നത്തെ ഐറ്റിനറി. അടുത്ത ട്രെയിൻ പിടിക്കാനുള്ള പരക്കം പാച്ചിലാണ്. ഇനി അടുത്ത ട്രെയിൻ സൗത്താംപ്ടൺ. ഓടിക്കോ. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര. അയ്യോ. നെക്സ്റ്റ് ട്രെയിൻ ടു സൗത്താംപ്ടൺ. ഞങ്ങളുടെ ട്രെയിൻ കിടപ്പുണ്ട്. സമയമായിക്കൊണ്ടിരിക്കും. സൗത്താംപ്ടൺ സെൻട്രൽ. നീ കോച്ച് കണ്ടുപിടിക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ. റെഡിങ് ടു സൗത്താംപ്ടൺ ക്രോസ് കൺട്രി. ഗൈസ്, അടുത്ത ട്രെയിനിൽ കയറി. ട്രെയിൻ ടു സൗത്താംപ്ടൺ സെൻട്രൽ ക്രോസ് കൺട്രി. ടാറ്റാ പൂക്കുട്ട, ടാറ്റ കളിച്ചേ. ടാറ്റാ. Southampton Airport Parkway, approximately 7 minutes travel time. This is Southampton Airport Parkway, next calling point. ഗൈസ്, വെയ്മൗത്തിനുള്ള ട്രെയിൻ വന്നിരിക്കുകയാണ്. ഇനി ഇതിൽ ചാടി കയറി 1 hour, probably less than 1.5 hours to Weymouth. മൈക്ക് പടം വരയ്ക്ക് വേണോ? നീ ട്രെയിനിലിരുന്ന് പടം വരയ്ക്ക് വേണോ? ഇത് ബോൺമൗത്ത് സ്റ്റേഷൻ ഓൺ ദ വേയിലുണ്ടായിരുന്നു. ഹായ് ഗായ്സ്, അങ്ങനെ വെയ്മൗത്തിലെത്തി. In one piece we have reached at Weymouth. ഗായ്സ്, അങ്ങനെ വെയ്മൗത്തിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് സ്റ്റേ എടുത്തിരിക്കുന്ന സ്ഥലത്തോട്ട് പോകണം. ഒരു കുഞ്ഞു ടൗണാണ്. ലോട്ട്സ് ഓഫ് കോച്ചസ് ഉണ്ട്. പ്രോബബ്ലി സീ സൈഡും ജുറാസിക് കോസ്റ്റും ഒക്കെ ട്രിപ്പ് കൊണ്ടുപോകുന്ന ബസ്സുകളായിരിക്കും. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് വെദർ ടുഡേ. A little bit of Weymouth history, I suppose. ക്ലാസിക് കാർസ് ഒക്കെ ഇതിലെ പോകുന്ന കാണാം. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നേരെ ഈ റോഡ് നേരെ ബീച്ചിലോട്ടാണ്. ഇറ്റ്സ് നൈസ്. നല്ല വെതർ ആയതുകൊണ്ട് കുറച്ച് ക്രൗഡ് ഉണ്ട്. ബട്ട് ലെറ്റ്സ് സീ ഹൗ ഫാർ ഇറ്റ് ഗോസ്.
Nice little town with long sandy beach, and obviously it's crowded today. It's very nice here. Usual shack. പിന്നെ ഇവിടെ ഈ റിവേറിയ ഏരിയകളിലെല്ലാം ഇങ്ങനെ പാം വെച്ചിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ ചോർക്കയിൽ പോയപ്പം അത് സൗത്ത് ഡെവണിലാണ്, അവിടെയുണ്ട് ഇതുപോലെ പാം, which I have seen in the coastal areas down south of UK. പിന്നെന്താ യൂഷ്വൽ എല്ലാ ബീച്ചുകളിലുള്ള ആർക്കേഡ്, ഇങ്ങനത്തെ ഓരോ റൈഡ്സ്, പിന്നെ കോൺ ഐസ്ക്രീം, ഇത് തന്നെ ഇവിടെ. ബട്ട് ഇറ്റ്സ് വെരി നൈസ്. ബീച്ചിൽ ഡോങ്കി റൈഡും ഉണ്ട്. നാട്ടിലെ ഡോങ്കിയാണോ പോണിയാണോ അവിടുത്തെ പോലെ തന്നെ ഇവിടെ. സമ്മറായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മൊത്തത്തിലൊരു സെലിബ്രേഷൻ മോഡാണ്. ആരും വീട്ടിലിരിക്കുകയാണ്, എപ്പോഴും എന്തെങ്കിലും പരിപാടികളും. കാരസൽ റൈഡ്സ്, ആർക്കേഡ്സ്, ഇവിടെ എല്ലാം മൊത്തം അതാണ്. ഇവിടെ മിക്ക സീസൈഡ് ടൗണുകളിൽ പോയാൽ ഈ ആർക്കേഡുകൾ വളരെ സുലഭമായിട്ട് കാണാം. ബ്രിസ്റ്റോൾ ആണെങ്കിലും ബ്രൈറ്റൺ ആണെങ്കിലും പെയിങ്ടൺ ആണെങ്കിലും സെൻറ്റ് ആൻസ് ആണെങ്കിലും എല്ലായിടത്തും ഈ ആർക്കേഡ് ഒരു കൈൻഡ് ഓഫ് ഇവരുടെ ഒരു എന്താ പറയുന്നൊരു ഒരു പാർട്ട് ഓഫ് ദ കൾച്ചർ പോലെയാണ്. എവരിബഡി ഈസ് സോ ക്രേസി അബൌട്ട് ദിസ് വൺ. സീ സൈഡ് തന്നെയല്ല, മിക്ക ടൗണുകളിലും ഉണ്ട്, ബട്ട് സീ സൈഡുകളിലാണിത് കുറച്ചുകൂടെ. കുറച്ച് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഞങ്ങൾ വേമോത്ത് ബീച്ച് സൈഡിലിരുന്ന് കഴിക്കുകയാണ്. ക്യാമറയിലോട്ട് നോക്കാമോ? ഇതെല്ലാം നോക്കുവോ? ഇതാണ് വേമോത്ത് ഹാർബർ. ഹോപ്പ്ഫുള്ളി ഇവിടുന്ന് ബോട്ടൊക്കെ നമുക്ക് റെൻ്റ് എടുത്ത് പോവാം ടു പോർട്ട്ലാൻഡ്, ജുറാസിക് കോസ്റ്റ്, ടർട്ടിൽ ഡോറൊക്കെ പോകാവുന്നതാണ്. നൈസ്.
പയ്യപ്പോയാൽ മതി. ഗൈസ്, ബോട്ട് ട്രിപ്പ് പോകാനൊരു അവസരം കിട്ടി. അപ്പോൾ ബോട്ടിലോട്ട് കയറാനുള്ള റാമ്പിലൂടെ പോവാണ്. ബോട്ട് ട്രിപ്പിന് പോവാണ്. അപ്പോൾ പഠിച്ചേ ബീഫ് 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 ബീഫ്. നമ്മൾ ആ സൈഡിൽ കാണുന്നതാണ് വേമൂത്തിൻ്റെ ലോങ് സാൻഡി ബീച്ച്. നമ്മളിപ്പം അതിൻ്റെ സൈഡിലൂടെ ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ക്ലിഫാണ്. നമ്മൾ പോർട്ട്ലാൻഡിലെത്തിയെന്നാ തോന്നുന്നത്. പോർട്ട്ലാൻഡിന്റെ ഹാർബറിലോട്ട് കയറുക. As you come out through this entrance, over to our right-hand side here, you'll see a large fort. This is known as Checkers. Oh,
വശത്താണ്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ദെയർ. നമ്മൾ പോർട്ട്ലാൻഡിൽ നിന്ന് തിരിച്ച് വെയ്മൗത്തിന് പോവാം. നമ്മൾ തിരിച്ചെത്തിയാണ്. വണ്ടി പിയറിൻ്റെ അടുത്തോട്ട് ചേർക്കുകയാണ് നമുക്ക് ഇറങ്ങാൻ. We are back after the boat trip. It was nice through the sea between Weymouth Harbour and Portland Harbour. Nice experience. After the boat trip, Mikey Salat. Hey guys, boat trip കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പോർട്ട്ലാൻഡ് ഹാർബർ വരെ പോയി തിരിച്ചു വന്നു. വരുന്ന വഴി സീ ലയണിനെയൊക്കെ കണ്ടു, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് സീ ലയൺ തിരിച്ച് ഞങ്ങൾ വെയ്മത്തിലോട്ട് കയറുവാണ്. അപ്പം കുഞ്ഞുറങ്ങിപ്പോയി. അപ്പോൾ ഗൈസ് ബാക്കി പുറകെ വലിയൊരു ആട്ടം അവിടെ പെയിൻറ് ചെയ്യുവാണ്. വെയ്മൗത്ത് ഹാർബർ നല്ല ലൈവ്ലിയാണ് ടുഡേ. നല്ല സണ്ണും വെയിലും വെതറും ആകുമ്പോൾ എല്ലാവരും എവരിബഡി പുറത്ത്. ആഹാ, ഇപ്പോൾ ഇവിടെ വെക്കേഷൻ ടൈമാണോ ഓൾ ഓവർ UK. പിള്ളേരെല്ലാം ഇവിടെ ഫിഷിങ് ആക്ടിവിറ്റിയില്ല. ക്രാബ്, ക്ലാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി പിള്ളേരെല്ലാം വൻ ആക്റ്റീവിലാണ് ഇവിടെ. ഈ പാലം കിടന്ന് അപ്പുറത്ത് പോവാണ് ഞങ്ങൾ. ഞങ്ങൾ വെയ്മൗത്ത് പാലത്തിൻ്റെ മേളിലൂടെ ഹാർബറിൻ്റെ അപ്പുറത്തെ സൈഡ് പോവാണ്. ഒരു കിട്ടിലും പിക്ചർ കേട്ടോ. നൈസ് വ്യൂ അവിടെ. ഇവിടുത്തെ ഒരു ഗിഫ്റ്റ് ഷോപ്സ് ആണ്. മിക്ക സീ സൈഡ് ടൗണുകളിലും ഇതേ ഐറ്റംസൊക്കെ തന്നെയാണ് മിക്ക ഗിഫ്റ്റ് ഷോപ്പുകളിലും.
കൊള്ളാം. നൈസ് ക്രാഫ്റ്റ് സെൻസ് ഉള്ള ഐറ്റംസ് ആണെല്ലാം. നല്ല ഭംഗിയുണ്ട്. റിങ്സ് ആണ്. ഇത് ഈ അറ്റന്നതൊരു ഗിഫ്റ്റ് ഷോപ്പ്, അല്ലെ ഒരു ആൻറ്റിക് ഷോപ്പ് എന്നൊക്കെ പറയാം, അല്ല മേ ബി കളക്റ്റബിൾസ് എന്ന് പറയാം. ഹാൻഡ് മെയ്ഡാന്ന് പറയപ്പെടുന്നു. Hi guys, fish and chips കഴിക്കാൻ കയറി. This is mackerel babs. This is cod fish and chips. ടാറ്റു അടിപ്പിക്കുമോ? എൻ്റെ ടാറ്റു അടിക്കുമോ? എൻ്റെ എന്തൊരു ടാറ്റു അടിക്കുമോ? എൻ്റെ ഇവിടെ ഒന്ന് നോക്കപ്പോ. ഇവിടേക്ക് എങ്ങനെയാണല്ലോ? ഇതാണ് വേമൂത്ത് ടൗൺ സെൻറ്റർ. ഇതൊരു കോമൺ ടെംപ്ലേറ്റാണ് അക്രോസ് UK. എല്ലാ സിറ്റിക്കും ഇതുപോലൊരു ഹൈ സ്ട്രീറ്റും ടൗൺ സെൻറ്ററും ഒക്കെ ഉണ്ട്. വിച്ച് എവർ സിറ്റി യു ഗോ, എവറി സിറ്റിക്ക് ഇത് കോമൺ ആണ് ഈ ടെംപ്ലേറ്റ്. മോസ്റ്റ് ഓഫ് ദ കടകളും ലോക്കൽ മാർക്കറ്റ്സും എല്ലാം ഈ ഹൈ സ്ട്രീറ്റ്സുകളായിരിക്കും ഉണ്ടാകുക. സോ ദിസ് ഇസ് ദ ഹൈ സ്ട്രീറ്റ് ഓഫ് വേമൂത്ത്. ഫുള്ള് ടോയ്സ് കടകളും ഇല്ല. കൊച്ചിനെ ലീഷ് ഇട്ടിരിക്കുന്നുണ്ടോ? അത് പക്ഷെ നല്ല ലീഷ കേട്ടോ, നൈസാ. ഫൈവ് 30 ആയി. ഏതായാലും ബീച്ചിലൊക്കെ ഇച്ചിരി തിരക്ക് കുറഞ്ഞു. ഇപ്പോൾ വരാന്നോർത്തിറങ്ങിയതാണ്. വെള്ളമെല്ലാം കയറി കിടപ്പുണ്ട്. രാത്രി ആവുമ്പം ഹൈ ടൈഡ് ആവുമല്ലോ, അപ്പം വെള്ളം കയറാൻ തുടങ്ങും. മോർണിംഗ് ആകുമ്പോൾ ലോ ടൈഡ് ആവും. ഏതായാലും നല്ല ബീച്ചാണ്, കൊള്ളാം. നൈസ്. മൈക്കി മൈക്കി to you, happy birthday to you, happy birthday to Michael, happy birthday to you. ഇനി കേക്ക് അമ്മയ്ക്ക് കൊടുക്ക. അമ്മയ്ക്ക് ഇച്ചി തരാവോ? ഗുഡ് ബോയ്. അപ്പായിക്ക് കൊടുക്ക. അപ്പായിക്കതാ. അപ്പായിക്ക് അമ്മ എടുത്തിട്ട്. അപ്പായിക്കില്ല. അപ്പായിക്ക് കൊടുത്തേ. അപ്പായിക്കില്ല. അപ്പായിക്ക് കൊടുത്തേ. മൈക്കിളേ, ബർത്ത്ഡേ കേക്ക് കഴിക്കുവാണോ എന്റെ മൈക്കിൾ? കുളിപ്പിക്കണ്ടേ പ്രത്യേകം. ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. മൈക്ക് സാൻപ്ലയിലായിരുന്നു എനിക്ക് ചെയ്തിട്ട്. ഞങ്ങൾ ബീച്ചിലിരുന്ന് കുറച്ച് നേരം റെസ്റ്റപ്പ് ചെയ്തിട്ട് ഫ്ലാറ്റിലോട്ട് മൂവ് ചെയ്തു. പിന്നെ ഡിന്നറൊക്കെ കഴിച്ചു, ഡേ ക്ലോസ് ചെയ്തു. സോ വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. Until then, bye.